ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിന് വീണ്ടും തിരിച്ചടി. ദ്വാരപാലക പാളി കടത്തിയ കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയാണ് നടപടിയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിൻ്റെയും റിമാൻഡ് കാലാവധിയും കോടതി നീട്ടിയിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കാൻ എത്തിയപ്പോൾ പത്മകുമാർ പറഞ്ഞത് എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നാണ്. അയ്യപ്പൻ്റെ സ്വർണം കട്ടവരുടെ കാര്യമല്ല അയ്യപ്പൻ നോക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളുന്നു, ജയിലിൽ തുടരുന്നു. എന്താണെന്ന് കോടതിയിൽ സംഭവിച്ചത്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിൽ പത്മകുമാറിന് വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കാരണം കട്ടളപ്പാളി കേസിൽ മുൻപും ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. ഹൈക്കോടതിയിലടക്കം എ പത്മകുമാർ ശ്രമിച്ചിരുന്നു. തുടർന്നാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. വിജിലൻസ് കോടതിയും ജാമ്യാപേക്ഷ കട്ടളപ്പാളി കേസിൽ തള്ളുകയും ചെയ്തു. ഇന്ന് ദ്വാരപാലക കേസിലാണ് ഈ ജാമ്യം തള്ളിയത്. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന 2 പ്രതികൾ, മറ്റൊന്നും 2 പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റു പ്രതി, അങ്ങനെ 2 പേരുടെ റിമാൻഡ് കാലാവധി ഇന്ന് കഴിഞ്ഞിരുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് നീട്ടുകയും ചെയ്തു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയ വെളിപ്പെടുത്തലുകൾ ഉന്നതത്തിലേക്ക് ഈ കേസ് നീളുന്ന സാഹചര്യം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നത് ഇതിൽ ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് പത്മകുമാർ പറഞ്ഞത്. ഇത് തനിക്ക് മാത്രം ഉള്ളതല്ല, താൻ മാത്രമല്ല ഇതിൽ പങ്ക്, ഇതിൽ മറ്റ് ദേവസ്വം ബന്ധപ്പെട്ടുള്ളവർക്ക് ഇതിൽ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നതാണ് പറഞ്ഞത്. പക്ഷേ ഈ കാര്യം കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. എന്തായാലും അയാൾക്ക് എ പത്മകുമാറിന് ജാമ്യം നിഷേധിച്ച സാഹചര്യമാണ് ഉള്ളത്. വലിയൊരു തിരിച്ചടിയാണ് ഈ കേസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിൻ്റെയും റിമാൻഡ് കാലാവധി വീണ്ടും കോടതി നീട്ടിയിട്ടുണ്ട്. ഈ കേസിൽ കാരണം വിശദമായ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. കോടതി 6 ആഴ്ചത്തെ സാവകാശം കൂടി ഹൈക്കോടതി SITക്ക് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ. അതായത് അന്വേഷണം കൂടുതൽ വിശദമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഈ കേസിൻ്റെ അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കോടതിയിൽ SIT ബോധിപ്പിച്ചിട്ടുണ്ടോ? ഈ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നോ? അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ SIT നൽകിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാൻ കഴിയുന്നത് കേസ് വലിയ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മുരാരി ബാബുവിനെ അടക്കം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ വെളിപ്പെടുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുള്ളതായിട്ടാണ് നമുക്കറിയുന്നത്. വലിയൊരു വഴിത്തിരിവിലേക്കാണ് ഈ കേസ് നീങ്ങുന്നത്. ഇതിൻ്റെ കൂടുതൽ വ്യക്തതയ്ക്കായിട്ടുള്ള അന്വേഷണമാണ് ഇനി കൂടുതൽ നടക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കേസിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. കാരണം ഇതിൽ ഏകദേശം ഒരു 10ഓളം പ്രതികളാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇവരെല്ലാം വിശദമായി ചോദ്യം ചെയ്യുന്നു, കസ്റ്റഡിയിൽ വാങ്ങുന്നു. 1 ദിവസം 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഈ കേസ് മുന്നോട്ട് പോകുന്നതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ പോലും ഇതിലൊരു പൂർണ്ണമായ ഒരു വ്യക്തതയിലേക്ക് ഇതുവരെയും നീങ്ങിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് കാര്യം തന്നെയാണ്. ഉന്നതരിലേക്ക് തന്നെ ഈ ഒരു കേസ് നീളുന്നു എന്നുള്ളതും വലിയൊരു സൂചനകൾ പ്രകടമാകുന്നുണ്ട്. എന്തായാലും ഈ പത്മകുമാറിൻ്റെ ജാമ്യം പൂർണ്ണമായും കോടതി നിഷേധിച്ചിട്ടുണ്ട്. കാരണം പത്മകുമാറിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് കേസിനെ പൂർണ്ണമായും ബാധിക്കും. കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ കൂടുതൽ ബാധിക്കുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ടോം സൂചിപ്പിച്ചു, എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്ന് പത്മകുമാർ പറഞ്ഞെങ്കിൽ പോലും ഇതിൽ ഒരുപാട് വ്യക്തതകൾ വരാനുണ്ട്. ഒരുപാട് പേര് ഇതിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തുടക്കം മുതലേ ഈ കേസിൻ്റെ ഒരു സൂചന ലഭ്യമാകുന്നതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഈ കേസിൻ്റെ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുമെന്നുള്ളത് തീർച്ചയായും ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് ടോം.
വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതി പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദൈവങ്ങളെപ്പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ല എന്നാണ്. കാരണം ഇവിടെ അത്ര വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. അയ്യപ്പൻ്റെ സ്വർണം കട്ടു, ആ കട്ട സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരൊക്കെയാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തതെന്ന് വ്യക്തമായിട്ടില്ല. ഇതിൽ ഉന്നതരുടെ പങ്ക് വ്യക്തമായിട്ടില്ല. പക്ഷേ അന്വേഷണം മുന്നോട്ട് പോകുന്നു, പല ഉന്നതരെയും ചോദ്യം ചെയ്യുന്നു. ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. പല പ്രധാനപ്പെട്ട നേതാക്കളെ, ഭരണകക്ഷിയിലെ നേതാക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് SIT കടന്നിട്ടുണ്ട്. അതിനിടെയാണ് പത്മകുമാറിന് വീണ്ടും കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.